സുഖമായിട്ടിരിക്കണോ സുഖമായിട്ടിരിക്കണോ ഇന്ന് ജസ്റ്റ് ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ആക്ച്വലി. സോ ഇത്രയും ദിവസം ഇവിടെ വന്നിട്ട് സാലറി എന്ന് പറയുന്ന സാധനം കൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെയായിട്ടും സാലറി കൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. പക്ഷേ ഈ ബാങ്കിൻ്റെയും കാര്യങ്ങളും ഭയങ്കര തലപിടിച്ച് പരിപാടികളിലൂടെ ഒരു ബാങ്ക് അക്കൗണ്ട് കിട്ടണമെങ്കിൽ തന്നെ ഒരു ഇന്ന സമയം എടുക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്കും പേറോളൊക്കെ കഴിഞ്ഞു പോയി. കഴിഞ്ഞ മാസത്തെ സാലറി കിട്ടിയില്ല. അതുപോലെ തന്നെ ടാക്സ് 85% പിടിച്ച്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഒരു പുതിയ കൺട്രിയിൽ വരുമ്പോൾ അറിയാമല്ലോ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കഷ്ടപ്പാടായിരുന്നു. ഇപ്പോഴും സാലറി കിട്ടിയിട്ടില്ല. 5-ാം തീയതി എങ്ങാണ്ടേ കിട്ടത്തുള്ളൂ. കുറേ പൈസ കിട്ടാനുണ്ട്. 5 പൈസ പോലും കിട്ടിയിട്ടില്ല. അപ്പം എല്ലാ ചിലവുകളുടെ ഞാൻ പറഞ്ഞില്ല, വന്നപ്പോൾ സമയത്ത് കുറേ ബുദ്ധിമുട്ടുകൾ. മീൻസ് കൊണ്ടുവന്ന പൈസ വെള്ളം തന്നെ പെട്ടെന്ന് തീർന്നു. കാരണം ഹോട്ടലൊക്കെ താമസിക്കേണ്ടതായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വന്ന സമയത്ത്. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നാണ് ഇവിടെ വരെ എത്തിയത്. ഇപ്പോഴും സാലറി കിട്ടിയിട്ടില്ല. 5-ാം തീയതി കഴിഞ്ഞ് സാലറി കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാം പെരുങ്കലിലായിപ്പോയി. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അത്ര എളുപ്പമല്ല. നമുക്ക് പൈസ കയ്യില്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാണല്ലേ. എല്ലാ കാര്യങ്ങളും വാടക ബില്ല്, ഗ്യാസ് ബില്ല്, കറണ്ട് ബില്ല്, അങ്ങനെ 100 കൂട്ടം പരിപാടിയാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പം ഒത്തിരി സാധനങ്ങൾ എല്ലാം തീർന്നു. ഒരു സാധനം തന്നെയില്ല, എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ഇന്ന് പോയിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇവിടെ അടുത്ത് ഷോപ്പിംഗ് സെൻറ്ററിൽ പോവുകയാണ്. നമ്മുടെ ആൽഡിയിൽ ഇപ്പോൾ ഒന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആൽഡിയിലാകുമ്പോൾ തൊട്ടടുത്ത് പോയാൽ മതി. ബസ് കൂലി എടുത്ത് വെച്ചാൽ അത് ഫുള്ള് തീർന്നു. ആ കാർഡ് എംപ്റ്റി ആയി. അപ്പോൾ ഇനി അതൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ പൈസ കിട്ടിയിട്ട് വേണം. അപ്പം തൽക്കാലം ഓടിപ്പോയിട്ട് കുറച്ച് അത്യാവശ്യം മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചിട്ട് പോകുമ്പോഴാണ് കേട്ടോ. എല്ലാവരും എന്തെങ്കിലും സുഖമായിട്ടിരിക്കണം അല്ലേ. പുതിയ വർഷത്തിലൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചായിരിക്കും അല്ലേ. സോ പുതിയ വർഷമൊക്കെ ആയി എല്ലാവരും ഹാപ്പി ആയിട്ട് നാട്ടിലൊക്കെ അടിച്ചു പൊളിച്ചിരിക്കുമായിരിക്കും അല്ലേ. സോ ഇവിടെ ഇന്നലെ ഓഫായിരുന്നു. നടുവ് പതുക്കി ഒന്ന് മിന്നി പോലെ ഒരു അവസ്ഥ. ഓൾറെഡി ഉണ്ട് നടുവ് ഇച്ചിരി പ്രോബ്ലംസ് ആയിരുന്നു. നാട്ടിൽ വെച്ച് പണിയെടുത്ത സമയത്ത് വിട്ട് ഈ കണ്ടത്തിലൊക്കെ പണിയെടുത്ത സമയത്ത് പണ്ടേ നടുവ് പോയിരിക്കണം. പക്ഷേ ഇപ്പോൾ വന്നു കഴിയുമ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നുന്ന പോലെ. ഇപ്പോൾ തണുപ്പും കൂടുതലായതുകൊണ്ട് ഒരു രക്ഷയില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു എന്തോ ഒരു സാധനം കുനിഞ്ഞെടുത്തിട്ട് പൊങ്ങി കഴിയുമ്പോൾ നടുവ് പതുക്കെ ഒന്ന് ക്രാക്ക് ആയപ്പോൾ പതുക്കെ ഒന്ന് മിന്നിയ പോലെ തോന്നി. എനിക്ക് വേനെടുക്കണ്ട ആക്ച്വലി. സോ ഇന്നലെ എനിക്ക് ഓഫാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. പള്ളിയിൽ ജസ്റ്റ് ഒന്ന് പോയി, അത്ര തന്നെ. വേറെ ഒന്നും തന്നെ ചെയ്തില്ല. ഫുൾ വിശ്രമമായിരുന്നു. അതുപോലെ ഒട്ടുക്കത് തണുപ്പ്, പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ലായിരുന്നു. ഇന്നിപ്പം ചെറുതായിട്ട് വേദനയുണ്ട്. നാളെ രാവിലെ ജോലിക്കും പോകണം. ഇനിയിപ്പം 3 ദിവസം ഒന്നിച്ച് ജോലിയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഓടിപ്പോയിട്ട് വരാം. അപ്പം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ പോയിട്ട് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചു വന്നു കേട്ടോ. കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ. ആ പൈസയും കൊണ്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചു വന്നിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ. സോ ഇപ്പം ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബീഫ് കിട്ടിയായിരുന്നു. ഇച്ചിരി ബീഫ് മേടിച്ചിട്ടുണ്ട്. അപ്പം കുറച്ചേ ഉള്ളൂ, ചെറിയ പാക്കറ്റാണ് മേടിച്ചത്. ഇത്രയും പൈസ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഇച്ചിരി ബീഫ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബീഫിൻ്റെ കാസറോള് ഞാൻ അത് കാണിച്ചില്ലായിരുന്നു. അന്നൊരു കാണിച്ചൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. ആ പരിപാടി പോലെ തന്നെ ചെയ്യാനാണ് പോകണം. അപ്പം ഇന്ന് കേട്ടോ. അപ്പം കാണിച്ചു തരാം എങ്ങനെയാണ് കുക്ക് ചെയ്യാനുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിച്ച് വെക്കാൻ പോകണം. സബോള 2 സബോള ഞാൻ എടുത്തേക്കണം. ഇതിൻ്റെ അകത്തേക്ക് 2 കുഞ്ഞു സബോള. ഓക്കെ. ഇഷ്ടം മല്ലി ഇലയൊക്കെ മേടിക്കണമെന്നുണ്ടാകുന്നു. പക്ഷേ ഭയങ്കര പൈസയാണ്. തന്നെയല്ല അങ്ങ് വരെ പോകണം. ഒടുക്കത്തെ തണുപ്പും ഞാൻ അതുകൊണ്ട് പോയില്ല. അപ്പം മല്ലിയിലൊന്നും ഇല്ലാതാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ. I got the dog too excited and he's after cleaning. So let's grab a bite there, sorry. Yep. Yeah, alright, I just want to grab a bite. Yeah. You want the video? രണ്ട് സബോള
അപ്പോൾ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ബീഫ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് കാസറോളിൻ്റെ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊമാറ്റോയും ഒനിയനും കൂടെ കട്ട് ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്നേ പെട്ടെന്ന് ചെയ്തെടുക്കാം. വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. ഇത്രയും പാടോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, എളുപ്പം ചെയ്യാം. അപ്പോൾ വെജിറ്റബിളിൻ്റെ ഓയിൽ ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാൻ ആ കടയിൽ നിന്ന് മേടിച്ചില്ല കേട്ടോ. ആ കടയിൽ മേടിച്ച് വില കൂടുതലായതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ആൽഡി പോയ സമയത്ത് ആൽഡിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ആക്ച്വലി വെജിറ്റബിൾ ഓയിൽ സൊലസ്റ്റ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ആക്ച്വലി നല്ല സാധനമാണ്. ഇത് ആൽഡിയുടെ സാധനമാണ്, ഒത്തിരി വിലക്കുറവാണ്. ഇപ്പം കുക്കിങ്ങിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒത്തിരി എണ്ണ ഒഴിക്കണ്ട, കുറച്ചെണ്ണ മതി. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല ഈ സാധനത്തിന് കേട്ടോ. അപ്പം എണ്ണ പതുക്കെ ചൂടാ വന്നു കഴിയുമ്പോൾ നമ്മുടെ സവോള ഇട്ട് കൊടുക്കണം. ഓക്കെ, ഞാൻ എന്താ ഈ പാത്രം എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. നമ്മളിങ്ങനെ ഈ നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എളുപ്പം. നമ്മൾ കണ്ടിച്ചൊക്കെ കറക്കിയിട്ടിട്ട്, അല്ലാതെ അവിടെ ഇവിടെയും കണ്ടിച്ചിടാൻ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ പാത്രത്തിലാണെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പാത്രം എടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മളിനി സവോളേൻ്റെ അകത്തേക്ക് ഇടാൻ പോകണം. രണ്ട് സവോള ഇട്ടേക്കണം കേട്ടോ. 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സവോള ഇട്ടിട്ട് അത് ഓക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കും കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഒത്തിരി ഇടണ്ട. കാരണം സ്റ്റേക്കിൻ്റെ ആ ഗ്രേവിക്കകത്ത് ഉണ്ടാവും. ഒത്തിരി ഉപ്പിട്ട് കൊടുത്താൽ ഓവറായിട്ട് ഒത്തിരി ഇട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. ഒന്ന് ഓക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇച്ചിരി കുരുമുളകിൻ്റെ പൊടിയും കൂടെ ജിഞ്ചറും ഗാർലിക്കും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ജിഞ്ചറിലെയും ഗാർലിക്കിൻ്റെയും പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചൊന്ന് ഓക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ആയിരിക്കും വെച്ചാൽ തക്കാളി ഇല്ലേ, ആ തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ പെപ്പറില്ലേ, ആ പെപ്പറും കൂടെ ഇതിലാണ് കൊടുക്കുക. നന്നായിട്ട് ഇട്ട് കൊടുക്കും. ഒത്തിരി ടേസ്റ്റ് നല്ലതല്ലേ, കുരുമുളകിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റല്ല. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഓക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും അടുത്ത ഇന്നിപ്പോൾ നമ്മുടെ ഐഡിയകൾ മോസ്റ്റ്ലി അപ്പം തോന്നുന്ന ഐഡിയകളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇച്ചിരി മഷ്റൂമും കൂടി ഇട്ട് കൊടുത്താലോ എന്ന് തോന്നി. മഷ്റൂം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. മഷ്റൂം നമുക്ക് കുറച്ചൊന്ന് കണ്ടിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ പറഞ്ഞ സമയം കൊണ്ട് ഞാൻ ആക്ച്വലി ബീഫ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബീഫ് എന്നത്തേക്ക് ഇട്ടിട്ടുണ്ട്. ബീഫ് അത്യാവശ്യം തക്കാളിയുടെ കൂടെ ആ മഷ്റൂമിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് വേവാൻ പാകത്തിന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിലൊന്നും പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ഫോം. ഇങ്ങനത്തേക്ക് ഞാൻ ഇച്ചിരി മിൽക്ക് ഒഴിച്ച് കൊടുക്കാൻ പോകണേ. മിൽക്ക് ഒത്തിരി ഒഴിക്കണ്ട, ജസ്റ്റ് ഒരു കുറച്ച് പേരിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്റ്റേക്കിൻ്റെ പൗഡറില്ലേ, ആ പൗഡർ ഇതാണ്. ഇനി നമ്മളത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് അവർ. നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടാകും കേട്ടോ. അപ്പം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നമുക്ക് ഇനി ഇച്ചിരി വെള്ളം ചേർത്ത് അതിനകത്ത് കൊടുക്കാനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കളർ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ട്യൂമറിക് പൗഡറും പിന്നെ നമ്മുടെ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി ജീരകമൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്ക്. ഇപ്പം നമ്മുടേതായ ഒരു സ്റ്റൈൽ കിട്ടുകയും ചെയ്യും. നമ്മുടെ ആ ഒരു കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ്, അല്ലെങ്കിൽ ഈ സ്റ്റൂവിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ഞാൻ കാണിച്ചു തരാം. കുക്കിംഗ് വീഡിയോ കഴിഞ്ഞു കേട്ടോ. ഫുള്ളായിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവരെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫ്രീഡം കിട്ടിയില്ല കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി. ബട്ട് എങ്കിൽ കൂടിയും ഞാൻ ഏകദേശം ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് ആവി വറക്കുന്ന രീതിയിൽ നമ്മുടെ ബീഫ് കാസറോൾ ശരിയായിട്ടുണ്ട് ഇവിടെ. സോ ബ്രെഡ് കൂട്ടിയാണ് കഴിക്കാൻ. ഞാനൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു, റൈസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാൻ പോകാം കേട്ടോ.
ഹോപ്പ് യു എൻജോയ് ഇറ്റ്. ആക്ച്വലി നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് നല്ലൊരു ട്രൈ ആണ്. എനിക്ക് ഒത്തിരി കുക്കിംഗ് അറിയാവുന്ന ഒരാളല്ല, പക്ഷേ എങ്കിൽ കൂടിയും എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ അത് പൊളിച്ചടക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. പോരാ നോക്കിക്കേ, ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ബീഫ് കാസറോള്, ബ്രെഡും എല്ലാം കൂടെ കൂട്ടിയാണ് തിന്നുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. സോ അടുത്ത ഒരു കുക്കിംഗ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. അപ്പം കുക്കിംഗ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും. സോ അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഈ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ബെൽ ബട്ടണൊക്കെ അമർത്തി പിടിച്ചടിച്ച് അടിപൊളിയാക്കിക്കണം കേട്ടോ ഗ്രൂപ്പ് കേട്ടോ. സോ ഓൾ ദി ബെസ്റ്റ്.